ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകളുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനൊക്കെ പെട്ടെന്നൊന്ന് പഠിക്കാം. അപ്പോൾ ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും? രണ്ട് പാർട്ട് ഉണ്ടാവും. ഒന്ന് എന്തായിരിക്കും? മുകളിലുള്ള ഭാഗം ന്യൂമറേറ്റർ അഥവാ എന്തെന്ന് വിളിക്കുക അതിനെ മലയാളത്തിൽ അംശം. താഴെയുള്ളത് ഡിനോമിനേറ്റർ അഥവാ ഛേദം അല്ലേ. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവും. ഇപ്പോൾ ഏതൊരു സംഖ്യ എടുത്താലും അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രാക്ഷനായിട്ട് എഴുതാം. ഇപ്പോൾ എയ്റ്റ് എന്ന് പറഞ്ഞൊരു നാച്ചുറൽ നമ്പറാണ്, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യയാണ്. ഇതിനെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? ഫ്രാക്ഷനായിട്ട് ബൈ 1 ഇട്ട് കൊടുത്താൽ മതി. ഏതൊരു സംഖ്യേനെയും ഡിവൈഡഡ് ബൈ 1 ഇട്ട് കൊടുത്താൽ അതെന്തായി? ഫ്രാക്ഷനായി മാറി. ഇനി നമുക്ക് ഫ്രാക്ഷൻസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിക്കാം. ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും ആ ഫ്രാക്ഷൻസ് എങ്ങനത്തെ ഫ്രാക്ഷൻ ആയിരിക്കണം? ലൈക്ക് ഫ്രാക്ഷൻസ് ആയിരിക്കണം. ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഫ്രാക്ഷൻസിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതിനെയാണ് എന്തെന്ന് വിളിക്കുക? ലൈക്ക് ഫ്രാക്ഷൻസ്. മനസ്സിലായോ? ഇങ്ങനെ ലൈക്ക് ഫ്രാക്ഷൻസ് ആയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഇനി ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2/3 + 3/5. ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഏതാ? 3, ഇവിടുത്തെ 5 ആണ്. അപ്പോൾ എന്താ? ഒരേപോലത്തെ ഡിനോമിനേറ്റർ അല്ല, ഒരേ നമ്പർ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഡിനോമിനേറ്ററുകൾ തമ്മിൽ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇതിനെ ബട്ടർഫ്ലൈ മെത്തേഡ് എന്ന് പറയും. അതായത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇത് വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെയും വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ ആയില്ലേ? ഇനി എന്താ ചെയ്യണ്ടേ? ഈ 5 കൊണ്ട് ഈ 2നെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു എന്ത് ചെയ്യണം? ഇൻറ്റു 5. 5 എവിടെയൊക്കെ എടുക്കണേ? ഇതിൽ. അപ്പോൾ 2 ഇൻറ്റു 5 ചെയ്യുമ്പോൾ ഇവിടെ 10 കിട്ടി. ഇനി ഇവിടെ എന്താ ചെയ്യണ്ടേ? 3 ഇൻറ്റു 3 ചെയ്യണം. ഇവിടുത്തെ 3 ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇവിടെ 3 കിട്ടി? 9 കിട്ടി. ഇനി ഇവ രണ്ടും തമ്മിൽ ഇൻറ്റു ചെയ്യുക. എത്രയാണ് കിട്ടിയത്? 15. അപ്പോൾ ഇവിടെ 10, ഇവിടെ 9, ഇവിടെ എന്ത് കിട്ടി? 15. അപ്പോൾ എന്താ ആൻസർ? 10 + 9 ഡിവൈഡഡ് ബൈ 15. അതായത് 19/15 ആണ് ആൻസർ. മനസ്സിലായോ? ഇനി അടുത്തൊരു ഫ്രാക്ഷൻ നോക്കിയേ. 2/7 + 6/8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുക? 8 കൊണ്ട്. 2 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്? 8. അപ്പോൾ ഇവിടെ എത്രയാണ്? 16. ഇനി ഇവിടെ നോക്കിയേ, 6 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 42 കിട്ടും. ഇനി താഴെ ഡിനോമിനേറ്റർ എന്താവും? രണ്ടിനും എന്ത് ചെയ്താൽ മതി? രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 7 ഇൻറ്റു 8. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 16 + 42 ഡിവൈഡഡ് ബൈ 56. അതായത് 58 ഡിവൈഡഡ് ബൈ 56 ആണ് ആൻസർ. ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്റ്റ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുക? 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഇപ്പുറത്തെ 1ൻ്റെ ഡിനോമിനേറ്റർ അല്ല, തൊട്ട് ഇപ്പുറത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 4 എന്താ? 8. ഇവിടെ എന്താണ്? അഡീഷൻ അല്ല, സബ്ട്രാക്ഷനാണ്. അപ്പോൾ 8 മൈനസ് 1 ഇൻറ്റു 5 എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 4 എത്രയാണ്? 20. അതായത് 3/20 ആണ് ആൻസർ. ഇപ്പോൾ ചെയ്ത ഡിനോമിനേറ്ററൊക്കെ എങ്ങനത്തെ ഡിനോമിനേറ്റർ ആയിരുന്നു? ആ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവ തമ്മിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ 3, 5, 3യുടെയും 5ൻ്റെയും കോമൺ ആയിട്ട് ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. അതുപോലെ ഇപ്പോൾ 4, 7 എടുത്തു കഴിഞ്ഞാൽ അതിലും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. ഇനി ഈ ഒരു ഫ്രാക്ഷൻ നോക്കിയേ. ഈ ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3യും ഇവിടെ എന്താണ്? 9 ആണല്ലോ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? നമുക്ക് ഡിനോമിനേറ്റർ എന്താക്കണം? സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും തമ്മിൽ ഇൻറ്റു ചെയ്യും. പിന്നെ ഇതുകൊണ്ട്
ഇതിന് ഇൻറ്റു ചെയ്യും, ഇതുകൊണ്ട് അതായത് 2 ഇൻറ്റു 9 ചെയ്യും. ഇവിടെ 5 ഇൻറ്റു എന്ത് ചെയ്യും, 3 ചെയ്യും. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതായത് നമ്മളിവിടെ ഡിനോമിനേറ്റർ എന്താക്കി മാറ്റാണ്, 27 ആക്കി മാറ്റാണ്. രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ എന്താക്കാണ്, 27 ആക്കണം. അങ്ങനെ ചുമ്മാ കയറി 27 ആക്കാൻ പറ്റുമോ? അപ്പോൾ 3യുടെ കൂടെ എന്ത് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 27 വരണേ, 9. അപ്പോൾ അതേ നമ്പർ തന്നെ നമ്മൾ എവിടെ ഇൻറ്റു ചെയ്യണം, ന്യൂമറേറ്ററിലും ഇൻറ്റു ചെയ്യണം. ഇനി ഇവിടെ 27 ആക്കാൻ 9ൻ്റെ കൂടെ എന്ത് ഇൻറ്റു ചെയ്യണം, 3 ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ 5ൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഇൻറ്റു 3 ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മറ്റേ ബട്ടർഫ്ലൈ ഇത് മെത്തേഡിൽ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ എത്രയായിരുന്നത്, 2/3 + 5/9 ആണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ മാത്രം നമുക്ക് ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഡിനോമിനേറ്റർ എന്തായി, 9 ആയി അല്ലേ. ഇവിടെ നമുക്കൊന്നും ചെയ്യണ്ട, ഇവിടെ ഓൾറെഡി എന്താണ്, 9 ആണ് അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം, 6/9 + 5/9. മറക്കരുത്, ഇവിടെ 9 ആക്കാൻ വേണ്ടി ഇവിടെ മാത്രം ഇൻറ്റു 3 ചെയ്താൽ പറ്റില്ല. എവിടെ ചെയ്യണം, ഇവിടെയും ന്യൂമറേറ്ററിലും ചെയ്യണം. അതായത് ഇപ്പോൾ 2/3നെ ഇവിടെ ഇൻറ്റു 3 ചെയ്തു എന്ന് വെച്ചോ. ഈ 3യും ക്യാൻസലായി പോയ ഫ്രാക്ഷൻ എന്ത് തന്നെയാണ്, 2/3 തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യണോണ്ട് ഫ്രാക്ഷന് മാറ്റമൊന്നുമില്ല. നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് 9 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 3 ഇൻറ്റു 3 ആണ് 9. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇൻറ്റു 3 ഇവിടെ ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ ഇത് 6/9. ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണോ, വേണ്ട. ഇനി നമുക്ക് നേരെ ആഡ് ചെയ്യുക 11/9. ഡിനോമിനേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യരുത്. ഡിനോമിനേറ്റർ ആ കോമൺ ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കണം. മനസ്സിലായല്ല? ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കിയേ, 4/15 - 1/45. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 15 ഇവിടെ എന്താണ്, 45 ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് മനസ്സിലാവണം 15 ഇൻറ്റു എത്രയാണ് 45, 15 ഇൻറ്റു 3 ആണ് 45. അതായത് 15ൻ്റെ മൾട്ടിപ്പിളാണ് 45. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇൻറ്റു 3 ഇവിടെയും ചെയ്യാം, ഇൻറ്റു 3 ഇവിടെയും ചെയ്യാം. അപ്പോൾ ഇതെന്തായി, 12/45 - 1/45 = 11/45. ഇനി 15ൻ്റെ മൾട്ടിപ്പിളാണ് 45 എന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 15 ഇൻറ്റു 45 ചെയ്യുക, എന്നിട്ട് ഈ 45നെ ഇൻറ്റു 45 കൂടെ ഇതിന് ഇൻറ്റു 15. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ, വലിയ നമ്പേഴ്സാണല്ലേ. അപ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് തന്നു, ഈ രണ്ടെണ്ണത്തിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ഈ രണ്ട് നമ്പറിൽ എന്ത് കോമൺ ആണ്, ഈ രണ്ട് നമ്പറിൽ 5 കോമൺ ആണ്, 3 കോമൺ ആണ് അല്ലേ. 3യുടെ ടേബിളിൽ 15 ഉണ്ടാവും, 5ൻ്റെ ടേബിളിൽ 45 ഉണ്ടാവും, 3ൻ്റെ ടേബിളിലും 45 ഉണ്ടാവും, 5ൻ്റെ ടേബിളിൽ 15 ഉണ്ടാവും. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, LCM കണ്ടുപിടിക്കണം. LCM എങ്ങനെയാണ് കാണാം, 15, 45 രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ട് എന്തിൽ പോവും, 5ൽ പോവും. അപ്പോൾ 5ൽ 15 എത്ര ടൈംസ് ആണ്, 3 ടൈംസ്. ഇത് എത്ര ടൈംസാണ്, 9 ടൈംസ്. ഇനി 3ലും 9ലും കോമൺ ആയിട്ട് എന്ത് പോവും, 3 പോവും. അപ്പോൾ 3ൽ എത്ര ടൈംസ് പോവും, 1 ടൈംസ്. ഇവിടെ എത്ര ടൈംസ് പോവും, 3 ടൈംസ്. ഇനി നമ്മൾ ഇവിടെ ഒന്നും കൂടി ചെയ്യുക, 1ലും 3ലും 3, ഇവിടെ 1 തന്നെ എഴുതുക. ഇവിടെ നിങ്ങൾക്കറിയാം എന്താണ് LCM കാണാനായിട്ട്, എന്നാലും ഞാൻ ചെയ്യണമെന്നുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 5 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ എത്രയാണ്, 45. 5 ഇൻറ്റു 3 ഇൻറ്റു 3 എന്താ, 9. 9 5s are 45. അപ്പോൾ LCM എന്ത് കിട്ടി, 45 കിട്ടി. അപ്പോൾ 15 ഇവിടെ നമുക്ക് എത്രയാണ് ഉള്ളത്, 15. ഈ 15 എന്താ, 5 ഇൻറ്റു 3 ആണ് 15. ഇനി അതിൻ്റെ കൂടെ എന്തും കൂടി ഇൻറ്റു 3 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, 45 എന്ന LCM കിട്ടുക. അപ്പോൾ LCM ആദ്യം തന്നെ എഴുതുക, 45. ഇനി ഇവിടുത്തെ ഈ ഡിനോമിനേറ്റർ 45 ആവാൻ നമുക്ക് 15ൻ്റെ കൂടെ എന്ത് ഇൻറ്റു ചെയ്യേണ്ടത്, 3. അത് തന്നെ ഇവിടെയും ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്താ, 12
മൈനസ് ഇവിടെ ഓൾറെഡി എന്ത് തന്നെയാണ് 45 തന്നെയാണ്, നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ 12 - 1 11/45. ഇനി അടുത്ത ഫ്രാക്ഷൻ 2/21 + 3/49. അപ്പോൾ നമുക്ക് 21ഉം 49ൻ്റെയും എന്ത് കണ്ടുപിടിക്കാം? LCM കണ്ടുപിടിക്കാം. 21ലും 49ലും പോണ ഫാക്ടർ ഏതാ? 7. 7ൽ 21 3 ടൈംസും ഇത് 7 ടൈംസും. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് പോവോ? ഇല്ല, ഒന്നും പോവില്ല. അപ്പോൾ നമുക്ക് ആദ്യം 3 എടുക്കാം. 3ൽ 3 1 ടൈംസ് 7 അതുപോലെ തന്നെ എടുത്ത് എഴുതാം. അതിന് ശേഷം 7 എടുക്കാം, 1 1 ലാസ്റ്റ് ഇവിടെ 1 1 വരണം. അപ്പോൾ നമുക്ക് എത്രയാണ് വന്നത്? 7 × 3 × 7 ആണ് നമ്മുടെ എന്ത് LCM ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ 21 ആണ്. അപ്പോൾ 21 എന്ന് പറഞ്ഞാൽ 7 × 3 ആണ് 21. നമുക്ക് LCM എന്താ? 7 × 3 × 7, അതായത് 7 × 7 49 × 3 27 147. അപ്പോൾ 147 നമുക്ക് LCM ആയിട്ട് എടുത്തു. ഇനി 21ൻ്റെ കൂടെ 147 കിട്ടാനായിട്ട് എന്തുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം? അതിന് നമ്മളിവിടെ നോക്കാം. 7 × 3 21 ആണ്. പിന്നെ എന്തും കൂടി ഉണ്ട് ഇവിടെ? 7. അപ്പോൾ 7 × 3 × 7 ആണ് എന്ത്? 147. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി 21 ഉണ്ട്, അതിൻ്റെ കൂടെ എന്തും കൂടി ഇൻറ്റു ചെയ്താൽ മതി, 7. അപ്പോൾ ഇവിടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക? × 7 ചെയ്യുക. അപ്പോൾ ഇതെന്തായി? 2 × 7 14. ഇനി ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ഡിനോമിനേറ്റർ 49 ആണ്. നമുക്ക് വേണ്ട LCM എന്താ? 147 ആണ്. അപ്പോൾ 147 കിട്ടാൻ വേണ്ടിയിട്ട് 49ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ദേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 7 × 7 49. ഇനി ഇവിടെ ബാക്കി വന്നത് ഏതാ? 3 ആണ്. അപ്പോൾ 3 ആണ് നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ മുകളിൽ നമുക്ക് എന്ത് മൾട്ടിപ്ലൈ ചെയ്യുക? 3 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായി? 14 + 9 = 23 / 147. ഇപ്പോൾ അഡീഷൻ ഓൾമോസ്റ്റ് എന്തൊക്കെയെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കണേ. ഇനി അടുത്തത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഇപ്പോൾ ഇവിടെ 2/3 × 5/6 ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് LCMഉം ലൈക്ക് ഫ്രാക്ഷനും അങ്ങനത്തെ ഒന്നും നോക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അതിൻ്റെ ഇടയിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെ സിംപ്ലസ്റ്റ് ഫോമിൽ ആൻസർ ചെയ്താൽ നോക്കാം. ഇപ്പോൾ നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഇവിടെ ഇപ്പോൾ നമുക്ക് 3 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഈ 3 കൊണ്ട് ഈ 6നെ ഇങ്ങനെ വെട്ടിക്കളയാൻ പറ്റുമോ? പറ്റില്ല. എങ്ങനെയാണ് വെട്ടാൻ പറ്റുള്ളൂ? ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടാൻ പറ്റുള്ളൂ. മനസ്സിലായ? ഒന്നുകിൽ ഇങ്ങനെ വെട്ടാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വെട്ടാം. അല്ലാണ്ട് ഇങ്ങനെ, അതായത് ഇതിനെന്താ പറയുക? ഹൊറിസോണ്ടലി നമുക്ക് വെട്ടാൻ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഇപ്പോൾ 2/എത്രയായിരുന്നു ഇവിടെ? 3 × 5/6. ഇവിടെ നമുക്ക് എങ്ങനെ വെട്ടാം? 2 കൊണ്ടും 6നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വെട്ടിക്കളഞ്ഞു. 2ൽ 2 എത്ര ടൈംസാണ്? 1 ടൈംസ്. 6ൽ 2 എത്ര ടൈംസാണ്? 3 ടൈംസ്. ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ ഇതേപോലെ? ഇല്ല. അപ്പോൾ ലാസ്റ്റത്തെ ആൻസർ എന്താ? 1 × 5 5, 3 × 3 എത്രയാണ്? 9. ഇനി ഇത് തമ്മിലൊന്നും കൂടി ആൻസറിലും നോക്കാം, എന്തെങ്കിലും കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാനുണ്ടോ? സിംപ്ലസ്റ്റ് ഫോമിലാണോ? ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെയൊരു ക്വസ്റ്റ്യനാണ് വന്നതെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ 7ഉം ഈ 21ഉം ക്യാൻസൽ ചെയ്തു. 7 × 1 ആണ് 21, 7 × 3 ആണ് 7 × 1 ആണ് 7, 7 × 3 ആണ് 21. അപ്പോൾ അത് ക്യാൻസലായി. ഇനി ഇവിടെ 16 ഉണ്ട്, 48 ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാം? 16 1 ടൈംസ്, 16ൽ 48 3 ടൈംസ്. അപ്പോൾ എന്താ ആൻസർ? 1/9. ഇനി അതല്ല, നിങ്ങൾക്ക് 16 / 48 ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? രണ്ടിലും കോമൺ ആയിട്ട്
എന്തുണ്ട്, ഇനി ഇത് ടേബിൾ അത്ര 16 ഇതൊന്നും അറിയാത്തവർ എന്ത് ചെയ്യാം, ഇവിടെ 16 ഉണ്ട്, ഇവിടെ 48 ഉണ്ട്, ഇത് 8 പോവില്ലോ രണ്ടും, 8 ടേബിളിലുണ്ടല്ലോ. അപ്പോൾ 8 എത്ര ടൈംസ് ആണ് 16? 2 ടൈംസ്. 8 എത്ര ടൈംസ് ആണ് 48? 6 ടൈംസ്. ഇനി 2ഉം 6ഉം ക്യാൻസൽ ചെയ്തുകൂടെ? 2 1 ടൈംസ്, 6 3 ടൈംസ്. അപ്പോൾ ആൻസർ എത്ര? 1/3. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് പോവുക. എന്നിട്ട് ലാസ്റ്റ് സിംപ്ലസ്റ്റ് ഫോമിൽ ആൻസർ എഴുതാൻ നോക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്താ, ജസ്റ്റ് ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അവിടെ വെച്ച് ക്യാൻസൽ ചെയ്താലും മതി. മനസ്സിലായോ? ഇനി ഇതേ മെത്തേഡാണ് ഡിവിഷനിൽ പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യും? ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ദ റെസിപ്രോക്കൽ, അതാണ് ഡിവിഷൻ. ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ജസ്റ്റ് ക്യാൻസൽ ചെയ്യുക. പിന്നെ അഡീഷനും സബ്ട്രാക്ഷൻ്റെയും പോലെ ഇവിടെ 3/5 ഇൻറ്റു 2/5 ആണെങ്കിൽ ഇങ്ങനെ എഴുതി വയ്ക്കരുത് 6/5 എന്ന്. ഇവിടെ നമ്മൾ അഡീഷൻ അല്ല ചെയ്യണം. അപ്പോൾ ഇതും ഡിനോമിനേറ്റേഴ്സും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആൻസർ എന്ത് വരും? 6/25. ഇവിടെ കോമൺ ആയിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. ഇനി നമുക്ക് ഡിവിഷൻ ചെയ്ത് നോക്കാം. ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈ ഡിവൈസർ ഉണ്ടല്ലോ, ഏതാ ഡിവൈസർ? ഈ ഭാഗത്ത് എടുക്കണത് ഇതല്ല, ഇതാണ് ഡിവൈസർ. ഇത് ഡിവിഡൻറ്റ്, ഇത് ഡിവൈസർ. ഇതിൻ്റെ ആൻസർ എന്താണ്? കോഷ്യൻ്റ്. അപ്പോൾ ഈ ഡിവൈസർ, ഈ ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ഈ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തല തിരിച്ച് എഴുതുക. ഇത് ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താക്കുക? ഡിനോമിനേറ്റർ ആക്കുക. ഡിനോമിനേറ്റർ എന്താക്കുക? ന്യൂമറേറ്റർ ആക്കുക. അതായത് റെസിപ്രോക്കൽ ഓഫ് 3/10 എന്തായിരിക്കും? 10/3. മനസ്സിലായോ? റെസിപ്രോക്കൽ ഓഫ് 1/2 എന്താണ്? 2/1. അങ്ങനെ. അപ്പോൾ അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലാണ്ട് ഡിവിഷന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ എന്തുമായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനാണ്? റെസിപ്രോക്കലായിട്ട്, ഈ ഡിവൈസറിൻ്റെ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 2/15. ഈ ഡിവിഷൻ എന്ന ഈ ഒരു ചിഹ്നം ഈ ഒരു സ്റ്റെപ്പിൽ മാത്രമേ കാണൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ എന്തുകൊണ്ട്? 3/10 ആണോ? അല്ല, 10/3 ചെയ്യുക. മനസ്സിലായോ? ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ ചെയ്യണ പോലെ കോമൺ ഫാക്ടേഴ്സൊക്കെ കളയുക. 10ഉം 15ലും 5 കോമൺ ആണല്ലോ. ഇവിടെ 2, ഇവിടെ 3. അപ്പോൾ ഇതെന്തായി? 2 × 2 4, 3 × 3 9. അപ്പോൾ ആൻസർ എത്രയാണ്? 4/9. അടുത്തൊരു പ്രോബ്ലം നോക്കിയേ. 15 / 26 / 5/13. അതായത് 15/26 / 5/13. അപ്പോൾ എന്ത് ചെയ്യേണ്ട? 15/26. ഇനി ഡിവിഷൻ ഇടണോ? വേണ്ട. ഇനി നമ്മളിവിടെ എന്ത് എഴുതണം? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇൻറ്റു എന്താ? 13/5. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കുക, ഇങ്ങനെ പറ്റില്ല. ഓൺലി എങ്ങനെയാണ്? ഇങ്ങനെ നേരെ ചെയ്യാം, ചെരിഞ്ഞ് ഇങ്ങനെയും ചെയ്യാം. ഇനി ഇവിടെ 13ൽ 26 2 ടൈംസ് ആണ്. 5ൽ 15 3 ടൈംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 3 × 1 3, 2 × 1 2, 3/2.